മുത്തനബി ജനിച്ചത് ഏത് മാസമാണെന്നുള്ളത് ഔദ്യോഗികമായി പ്രമാണബദ്ധമായി സ്ഥിരീകരണങ്ങളൊന്നുമില്ല. എന്നിട്ട് പോലും ഷിയാക്കളെ തലയിൽ വെച്ച് കൊടുത്ത ഒരു ആശയത്തെ പേറി ഈ ദിവസങ്ങൾ ലൈറ്റ് അറേഞ്ച്മെന്റുകളും മാലബൾബുകളും തോരണങ്ങളും ഭക്ഷണങ്ങളിലൂടെയുള്ള ഒരുപാട് ധൂർത്തുകൾ നടക്കുന്ന ദിവസം എൻ്റെ മുത്തിൻ്റെ ജീവിതം പട്ടിണിയുടേതായിരുന്നു. എൻ്റെ പ്രവാചകൻ്റെ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ എണ്ണയുണ്ടായിരുന്നില്ല. ഇനി അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് കടന്നു വരണേ. ഇത് കേവലം ഇവിടെ ചങ്ങരംകുളത്തെ തഖ്വ പള്ളിയുടെ മിമ്പറിൽ ഒരുപക്ഷെ ഇവിടെയുള്ള നിബന്ധനത്തോട് എതിർക്കുന്ന ആളുകളുടെ ഒരു ഖുത്ബയായി മാത്രം നമ്മളതിനെ വിലയിരുത്തപ്പെടേണ്ടതില്ല. കാരണം ഇന്ന് ഖുത്ബ നടത്തുന്ന അറബി ഖുത്ബ നടത്തുന്ന മിമ്പറുകളിലും ജനങ്ങളോട് പറയുന്നത് ജനങ്ങളെ കരയേണ്ട മാസമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഖുത്ബ തുടങ്ങുന്നത്. ആ ഖുത്ബ അവതരിപ്പിച്ചിട്ട് ഖത്തീബ് ചോദിക്കുന്ന ജന്മദിനത്തിന്റെ വാക്കുകളല്ല, നബിദിനാഘോഷത്തിന്റെ വാക്കുകളല്ല. വഅയ്യു തുറഫിൻ അലൈഹിമാ ദമഅ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്. വഅയ്യു നഹീബിൻ അലൈഹി മർതഫഅ, ഏത് കുന്നത കൊലജാതനാണ് തലയുയർത്താൻ കഴിയാതെ ഖത്തീബ് പോലും ഇന്ന് അറബി ഖുത്ബയിൽ ചോദിക്കുന്ന ഒരു ദിവസമാണ്. പ്രിയമുള്ളവരെ, ആ റബീഉൽ അവ്വൽ എന്ന് പറയപ്പെടുന്ന അറബി ഖുത്ബയിൽ പരാമർശിക്കുന്നത് പ്രകാരം റബീഉൽ അവ്വൽ 12 പ്രഭാതം, പുലരാൻ മടിച്ചുപോയ മദീനയുടെ പ്രഭാതമില്ലയോ? ദുഃഖസാന്ദ്രമാണ് മദീന. മദീന തളർന്നുറങ്ങുന്ന നിമിഷമാണ്. ലോകത്തിന്റെ പ്രവാചകൻ പള്ളിയിലേക്കില്ല. ഒരു ലുഹർ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം, മഗ്‌രിബ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലുഹറിന് മാത്രം വന്ന് അവസാനമായി ഇരുന്ന് നമസ്കരിച്ച സഹാബത്തിന് നിർദ്ദേശം കൊടുത്ത പ്രവാചകൻ പിന്നീട് രോഗവശയിൽ പ്രവാചകന്റെ വീട്ടിലാണ്. സൂറത്തുകൾ ഓതി, കൈകളിലൂതി, ശരീരം തടവി, വേദനയുടെ കാഠിന്യങ്ങളെ കടിച്ചമർത്തി, ആ കൈകളെ കൊണ്ട് പോലും സ്വന്തമായി ചെയ്യാൻ കഴിയാതെ ആയിഷ റളിയല്ലാഹു അൻഹ ആ സൂറത്തുകൾ ഓതി റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ആ പ്രവാചകന്റെ കൈകൊണ്ട് ശരീരം ഇങ്ങനെ തടവിക്കൊടുത്ത് ആ ദിവസങ്ങളെ കഴിച്ചുകൂട്ടി റബീഉൽ അവ്വൽ എന്ന് പറയപ്പെടുന്നു, 12 എന്ന് പറയപ്പെടുന്നു. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ അവിടെയും കാണാം. പക്ഷെ അന്നിന്റെ പ്രഭാതം, അന്ന് സഹാബത്തൊക്കെ സങ്കടത്തിലാണ്. പലപ്പോഴും മസ്ജിദുൻ നബവിയുമായി ചുറ്റിപ്പറ്റിയാണ് സഹാബത്ത് നിൽക്കുന്നത്. അവരാരും യാത്ര പോകാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അന്നിന്റെ സുബഹിന്റെ നേരത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ സഹാബത്ത് ഒന്നിന് പിറകെ ഒന്നായി അണിയണിയായി സഫ് കെട്ടുമ്പോ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെ സഹാബത്ത് കണ്ടിട്ടില്ല. ആ പ്രവാചകൻ എഴുന്നേറ്റിരുന്ന് വീടിന്റെ കർട്ടൻ ഇങ്ങനെ മാറ്റി സഹാബത്തിലേക്ക് നോക്കി, വതബസ്സമ വല്ലഹിക, പ്രവാചകൻ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. നല്ലൊരു പുഞ്ചിരിയോടെ പ്രവാചകൻ അവരിലേക്ക് നോക്കുമ്പോ സഹാബത്ത് മനസ്സിലാക്കണത് എന്താണ്? റസൂലുള്ളാഹിന്റെ രോഗത്തിന് ശമനമുണ്ട്. റസൂലുള്ളാഹി സ്വന്തമായി എഴുന്നേറ്റിരുന്നല്ലോ, പ്രവാചകൻ ഞങ്ങളെ നോക്കുന്നുണ്ടല്ലോ, അള്ളാന്റെ ഹബീബിന്റെ രോഗത്തിന്റെ ശമനമുണ്ടെന്നാണ് അവര് മുഴുവനും മനസ്സിലാക്കുന്നത്. സഹാബത്തിന്റെ ശ്രദ്ധ പ്രവാചകനിലേക്ക് ഇങ്ങനെ തിരിയുമ്പോ അതിനെ വിശദീകരിച്ചു വന്ന പല ഗ്രന്ഥങ്ങളിലും അയ്യാമു അഖീറത്തി മിൻ ഹയാത്തി റസൂലില്ലാഹ് എന്ന് പറയുന്ന കിതാബിലൊക്കെ പറഞ്ഞത് കഅന്നഹു വറഖത മുസ്ഹഫ്, ഒരു മുസ്ഹഫിന്റെ പേജ് പോലെ പ്രശോഭിതമാണ് റസൂലുള്ളാഹിന്റെ മുഖം എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രവാചകൻ സഹാബത്തിന്റെ ശ്രദ്ധ മാറണ്ടെന്ന് കരുതി കർട്ടൻ മാറ്റി പ്രവാചകൻ അവിടെ തന്നെ കിടക്കുകയാണ്. അന്നിന്റെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ മസ്ജിദുൻ നബവിയുമായി ചുറ്റിപ്പറ്റി നിന്നിരുന്ന സഹാബ മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവർ ജോലിക്ക് പോയി. അവരാരും അവിടെയില്ല. എല്ലാവരും ജോലിക്ക് ദൂര സ്ഥലങ്ങളിലൂടെ യാത്ര പോയിരിക്കുകയാണ്. ആ സമയത്താണ് നിന്റെ ലുഹാ സമയം ഇങ്ങനെ കടന്നു വരുമ്പോ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗമാണ്. പ്രവാചകന്റെ വീട്ടിലെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ല. ആ സമയത്താണ് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാനായി കടന്നു വരുന്നത്. റൂഹ് പിടിക്കാനായി ഒരുങ്ങുന്ന സന്ദർഭങ്ങളിലാണ് അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന് മുതൽ കുറച്ച് ദിവസമായി പ്രവാചകൻ എന്റെ വീട്ടിലാണെങ്കിലും ഊഴപ്രകാരം എന്നോട് താമസിക്കേണ്ട ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ വിട പറയുന്നത്. എന്റെ മടിത്തട്ടിലാണ്, എന്റെ മാറോട് ചേർന്നിട്ടാണ് പ്രവാചകൻ കിടന്നിരുന്നത്. അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാക്കിലേക്ക് ലോകത്തിന്റെ പ്രവാചകൻ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുമ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അറാക്കെടുത്ത് വായിൽ വെച്ച് ചവച്ച് പദം വരുത്തി റസൂലുള്ളാഹിന്റെ പല്ല് തേച്ച് കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി അവസാനമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ദന്തശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം അവിടെ വരെ പ്രവാചകന്റെ പല്ലിങ്ങനെ തേച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിക്കാൻ ഇങ്ങനെ ഒരുങ്ങാണ്.
കഠിനമായ വേദന ലോകത്തിന്റെ പ്രവാചകൻ കടിച്ചമർത്തുന്നുണ്ട്. ആ സമയത്ത് പോലും നിങ്ങൾ നോക്ക്, പ്രവാചകൻ വിളിച്ചത് ആരെയാണെന്നറിയോ നിങ്ങൾക്ക്? കഠിനമായ വേദന കടിച്ചമർത്തുമ്പോ എന്റെ ഉമ്മത്തിന് ഇതുപോലെ വേദനിക്കുമോ എന്ന് തഖ്വ പള്ളിയുടെ ഉള്ളിലിരിക്കുന്നവരെ, ഇതുപോലൊരു നേതാവ് ലോകത്തിന്റെ മുന്നിലുണ്ടോ? സ്വന്തം വേദന കടിച്ചമർത്തുമ്പോഴും എന്റെ ഉമ്മത്തിന് വേദനിക്കുമോ എന്ന് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാന്റെ റസൂലിന് അത്യാഗ്രഹമുള്ളത് നമ്മളോടാണ്. ഈ ഉമ്മത്തിനോടാ പ്രവാചകൻ അത്യാഗ്രഹമുള്ളത്. പ്രവാചകന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുമ്പോ അവസാനമായി ഞങ്ങളോട് വസിയത്ത് നൽകാനാണോ? ആയിഷ, ഫാത്തിമ, ഹസനെ, ഹുസൈനെ ആരെയും വിളിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് വിളിച്ച വാക്ക് ഉമ്മത്തി, ഉമ്മത്തി, അസ്വല, അസ്വല. എന്റെ സമുദായങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. വത്തഖുല്ലാഹ ഫീമാ മലകത് അയ്മാനുക്കും. നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയതും ഗൗരവത്തോടുകൂടെ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, അള്ളാഹിനെ സൂക്ഷിക്കണേ എന്ന് വഫാത്തിന്റെ അവസാന സമയത്തും നമ്മളെ ഓർത്തുപോയ ലോകത്തിന്റെ പ്രവാചകനില്ലയോ? ഇല്ല പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ വേദന എന്ന് പറയുന്നത് മരണത്തിന്റെ റൂഹ് ഇങ്ങനെ പിടിക്കപ്പെടുമ്പോ കൈകാലുകൾ ഇങ്ങനെ നീട്ടുകയും മടക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ. 2 ഗ്രന്ഥങ്ങളുടെ റഫറൻസിലാണ് ഈ ഖുതുബ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്ന് അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന ഒരു കിതാബാണ്. ഒന്ന് അയ്യാമു അഖീറത്തു മിൻ ഹയാത്ത് റസൂലില്ലാഹ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമാണ്. പ്രിയമുള്ളവരെ, വേദനയുടെ കാഠിന്യങ്ങൾ കൈകാലുകൾ നീട്ടുകയും മടക്കുകയും ചെയ്യുമ്പോ അവിടുന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ സഹിക്കാൻ കഴിയണില്ല. പ്രവാചകന്റെ നെറ്റിത്തടം വല്ലാതെ വിയർക്കുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലൂടെ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാ കർബാ അബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. അള്ളാന്റെ മുത്ത് റസൂല് പറയുന്നുണ്ട്, കരയല്ലേ മോളെ ഫാത്തിമ, കരയല്ലേ മോളെ ഫാത്തിമ. ഇന്നത്തെ കഴിഞ്ഞാലെ വാപ്പാക്ക് വേദനയില്ല മോളെ, ഇന്നത്തെ കഴിഞ്ഞ ഇനി ബാപ്പാക്ക് വേദനയില്ല മോളെ, അതുകൊണ്ട് കരയല്ലേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അത്രമേൽ വേദനയാ. മുത്തനബി ആ സമയത്ത് പോലും ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി ഈദ വലാ തജഅൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആഘോഷമാക്കല്ലേ അല്ലാ. ആനവാദ്യമേള ആഘോഷങ്ങൾ, കരിമരുന്ന് പ്രയോഗങ്ങള് അള്ളാന്റെ ഹബീബിന്റെ ഖബറിലില്ല, ഉറൂസുകളില്ല. മുത്തനബിയുടെ പ്രാർത്ഥനയാണ്, എന്റെ ഖബറിനെ ആഘോഷമാക്കല്ലേ, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി എന്റെ ഖബറിനെ മാറ്റല്ലേ. വലാ തജഅൽ ഖബ്രി വസനൻ യുഅബദ്. പ്രൊട്ടക്ട് ചെയ്തില്ലേ അല്ലാഹ്, പ്രൊട്ടക്ട് ചെയ്തില്ലേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ആ വേദനയുടെ കാഠിന്യങ്ങളാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയേ വേദനിക്കുന്നോ നബിയേ? അള്ളാന്റെ മുത്ത് റസൂല് പറയുന്നുണ്ട്, ആയിഷ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അലമുത്തുആമുല്ലദീ അകൽതു ഫീ ഖൈബറ. പണ്ട് ഖൈബറിന്റെ മണ്ണില് ജൂതശ്രീ തന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് ആയിഷ. അന്ന് ജൂതശ്രീ തന്ന വിഷത്തിന്റെ ഭക്ഷണത്തിന്റെ വേദന കൂടെയുണ്ടായിരുന്ന ബിശ്ർ എന്ന് പറയുന്ന സഹാബി ആ ഭക്ഷണം ഉള്ളിലേക്ക് ചെന്നതും തൽക്ഷണം മരിച്ചിട്ടുള്ള കടുപ്പമേറിയ വിഷമാണ്. റസൂലുള്ളാന്റെ വായിലേ വന്നിട്ടുള്ളൂ, തുപ്പിക്കളഞ്ഞതാണ്. പക്ഷെ അതിന്റെ വേദന ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് ആയിഷ. മുത്തനബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. ഇതുകൂടെ പറഞ്ഞ് പ്രവാചകന്റെ കൈകള് മുകളിലേക്ക് ഉയരുകയാണ്. ഇലർ റഫീഖിൽ അഅ്ലാ. മുത്തനബി പറയുന്നുണ്ട്, ഉന്നതനായ രക്ഷിതാവിലേക്കോ. ഇലർ റഫീഖിൽ അഅ്ലാ, ഇലർ റഫീഖിൽ അഅ്ലാ. റസൂലുള്ളാഹിന്റെ കൈകൾ താഴോട്ട് വീഴുകയാണ്. വിട പറഞ്ഞു പോയി ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. ആകാശലോകമായുള്ള ബന്ധം മുറിയുകയാണ്. വഹീന്റെ നാദം നിലക്കുകയാണ്. അള്ളാന്റെ മുത്തനബിയുടെ വേർപാടാണ്. പ്രിയമുള്ളവരെ, പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരം അനുഭവിച്ചത് പറയപ്പെടുന്നുണ്ട് റബീഉൽ അവ്വൽ 12 അന്നിന്റെ ളുഹാ സമയമാണ് ചാടിക്കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അന്നിന്റെ ളുഹാ സമയമാണ് പായസം കൊണ്ട് ആഹ്ലാദിക്കുന്നത് എങ്കിൽ, ആ ളുഹാ സമയമാണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതെങ്കിൽ,
ഇതാഘോഷിക്കുന്ന ആളുകൾ ഇന്നിന്റെ ഖുത്ബ കേട്ട്, അറബി ഖുത്ബ കേട്ട് ഇറങ്ങുമ്പോ ഖത്തീബ് പറഞ്ഞു കൊടുത്തതും അവരുടെ മസ്തിഷ്കങ്ങളിലൂടെ കയറിയിട്ടില്ല. ഏത് കണ്ണാ ഇത് കേട്ടിട്ട് കരയാത്തത്? ഏത് കണ്ണ? ആർക്കത് താങ്ങാൻ പറ്റും? കഴിഞ്ഞ ഖുത്ബയിലെ നെഞ്ചു പറിച്ചിട്ടില്ലേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെ അല്ലേ? നബീനെ സ്നേഹിക്കൊണ്ടുകൊണ്ടാ. അത്രമേൽ നൊമ്പരങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കാനുണ്ട് അന്നിന്റെ സ്വഹാബത്തിന്റെ അവസ്ഥ എന്താ? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയുടെ കൂടെ ഓടി വരുന്നുണ്ട്. നാട്ടിൽ പരക്കുന്നത് റസൂലുള്ളാഹി വഫാത്തായി. പ്രവാചകന്റെ ജനാസക്കരികിൽ വന്ന് സലാം പറയുമ്പോ കൂടെയുണ്ടായിരുന്നവര് പറയുന്നത് ഉമർ റസൂൽ വഫാത്തായി എന്നാണ്. മുത്തനബിയുടെ ഏറ്റവും വലിയ മഹബത്തുള്ള ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ റസൂല് വഫാത്തായിട്ടില്ല, കണ്ടില്ല എന്നെ നബി ഉറങ്ങിക്കിടക്കാണ്. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണ്, എന്റെ റസൂല് വഫാത്തായിട്ടില്ല. പ്രിയമുള്ളവരെ, താങ്ങാൻ പറ്റണില്ല. ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹിനെ കൊല്ലുന്നു പറഞ്ഞ് വാളൂരി വന്ന ആളാ. ഖുർആൻ വരുത്തിയ മാറ്റാണ്. അല്ല ഉമർ റസൂൽ വഫാത്തായി എന്ന് പറയുമ്പോ ഉറയിൽ നിന്ന് ഊരി പിടിച്ച വാളുമായി എന്റെ റസൂൽ വഫാത്തായി എന്ന് പറയുന്നു, എന്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് വാളൂരി നിൽക്കാൻ. നിങ്ങൾ നോക്ക്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വരുന്നുണ്ട്. കുതിരപ്പുറത്ത് അദ്ദേഹം കടന്നു വരണേ. അവിടെ നോടി പ്രവാചകന്റെ ജനാസക്കരികിൽ വന്ന് അറബികളുടെ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ പ്രകടനമാണ് ആ വാക്ക്. കണ്ണീര് തുടക്കുമ്പോ ഉമർ ഇങ്ങനെ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കാൻ നേരെ മിമ്പറിലേക്ക് ഓടിക്കയറി ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നെഞ്ചിൽ കൊത്തിവെക്കേണ്ട വാക്ക്. ആരെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ മുഹമ്മദ് നബി വഫാത്തായിട്ടുണ്ട്. ആ റസൂൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആരാധനക്ക് അർഹനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന യഅബ്ദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലാഹു മരിക്കില്ല, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഖുർആനിലെ 2 ആയത്തുകൾ ഓതി, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന് വരുന്ന 2 ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട് സമർത്ഥിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഉരിപ്പിടിച്ച വാളുമായി ദേശത്തോടെ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു വിതുമ്പി താഴെയിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു തളർന്നിരുന്ന് സങ്കടപ്പെടുമ്പോ സ്വഹാബത്ത് കരഞ്ഞ ദിവസമാണ്. മദീന ഇതുപോലെ തളർന്നിട്ടില്ല, മദീന ഇതുപോലെ തളർന്നിട്ടില്ല. മുത്തുനബിയുടെ ഖബർ മറമാടിയിട്ട് തിരിച്ചു വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, അനസേ, പുണ്യഭൂമിയിലൂടെ മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അനസേ? അള്ളാന്റെ ഹബീബിന്റെ ദേഹത്ത് മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അനസേ? ഞങ്ങളുടെ കൈകളെ വിറക്കുകയായിരുന്നു, ഞങ്ങളുടെ ഹൃദയം പടക്കുകയായിരുന്നു. അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തെ മണ്ണിൽ വെക്കാനോ അവിടുത്തെ പുണ്യഭൂമിയിൽ മണ്ണിടാനോ? ആ ദിവസമാണ് പ്രിയമുള്ളവരെ, സ്വഹാബത്ത് സങ്കടപ്പെട്ട ദിവസമാണ് ആഘോഷിക്കുന്നത്. ഈ റബീഉൽ അവ്വലിന്റെ പ്രവാചകന്റെ ജന്മദിനമെന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോട് പ്രിയമുള്ളവരെ, ഈ ആചാരം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അല്ലാഹുവിന്റെ ഹബീബല്ല, പ്രവാചകന്റെ സഹാബത്തല്ല, പ്രവാചകനെ സ്നേഹിച്ചവരല്ല. ലോകത്തിന് ഇൽമ സമ്മാനിച്ച 4 മദ്ഹബിന്റെ ഇമാമീങ്ങൾ പോലും ഒരു വാക്ക് പോലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല. പിന്നെ ആര് പഠിപ്പിച്ചു ലോകത്തോട്? ആര് പഠിപ്പിച്ചു ലോകത്തോട്? അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ തഖിയുദ്ദീൻ അൽ-മഖരീസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, ഹസൻ റളിയല്ലാഹു അൻഹുമായുടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദിനങ്ങൾ കൊണ്ടാടിയ ഷിയാക്കളാണ് ലോകത്ത് പഠിപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹിജറ 300-ാം വർഷത്തില് ഷിയായിസം കൊടികുത്തിവാണ് ഫാത്തിമിയ ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ മുല്ല ഉമർ എന്ന് പറയുന്ന പച്ച ഷിയ വിശ്വാസിയാണ് ലോകത്ത് ആദ്യമായി പ്രവാചകന്റെ ജന്മദിനം കൊണ്ടുവരണേ. മുല്ല ഉമർ എന്ന പച്ച ഷിയ വിശ്വാസി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കുറച്ചാളുകളൊക്കെ ആഘോഷിച്ചെങ്കിലും ഒരു ഗ്യാപ്പ് അതിന് വന്നു. പിന്നീട് ഹിജറ 600-ാം വർഷത്തിലെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായ വൻ നിഹായ അവിടെ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്ന കാണാം. ഹിജറ 604 എന്ന് പറയുന്ന ഇൻഡെക്സിലൂടെ കാണാൻ സാധിക്കും. ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ പ്രവാചകന്റെ പേരിൽ ഒരു മൗലിദ് എഴുതി കൊടുത്ത് അന്ന് മുളഫർ രാജാവ് 600-ാം കൊല്ലത്തിൽ അദ്ദേഹം ആഘോഷിച്ചതുവരെ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്ന കാലഘട്ടം വരെ മുളഫർ രാജാവ് ആഘോഷിച്ചതാണ്. ഇനി ഈ കൊണ്ടുവന്ന ഫാത്തിമിയാക്കൾക്ക്
മുത്തനബിയോട് ഇഷ്ടമുണ്ടോ? റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ടോ? അവർക്ക് സഹാബത്തിനോട് മഹബത്തുണ്ടോ? അവര് ചെയ്ത അതിക്രമങ്ങൾ നിങ്ങൾ അറിയാൻ ഒരു പള്ളിയുടെ മിമ്പറാണെന്ന് പവിത്രമായ ബോധത്തോടെയാണ്. ഇതിവിടെ പറഞ്ഞില്ലെങ്കിൽ എവിടെ പറയാൻ? നിങ്ങൾ അറിയോ, അവർ ഇസ്ലാമിനോട് സ്നേഹമുള്ളവരായിരുന്നില്ല. അള്ളാന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളുകളാണ് ഫാത്തിമിയാക്കൾ എന്ന് പറയുന്നവർ. വർഷങ്ങൾ നടന്ന പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് അള്ളാന്റെ ഹറമിൽ കാണുന്ന ഹജറുൽ അസ്വദിനെ തിരിച്ചവിടെ വെച്ചത്. അപ്പോഴും അവർക്ക് കിട്ടാത്തതിന്റെ ദേഷ്യം അവർ അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റി. ആ 7 കഷ്ണങ്ങളെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് അള്ളാന്റെ കഅബാലയത്തില് അവിടെ നിന്ന് തവാഫ് തുടങ്ങുമ്പോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഹജറുൽ അസ്വദിന് നേരെ കൈ ചൂണ്ടി നമ്മൾ പറയുന്ന ഹജറുൽ അസ്വദ് ഒരു കഷ്ണം, ഒരു കല്ലല്ല. അതിനെ തരിപ്പണമാക്കിയവർ, അവർക്ക് ഇസ്ലാമിനോട് എവിടെയാ സ്നേഹം? അവർ കൊണ്ടുവന്നൊരു ആചാരം. അള്ളാന്റെ ഹബീബ് ലോകത്തോട് ഇവിടെ പറഞ്ഞ ദിവസത്തില് ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടേ നമ്മളുടെ ഈ മിമ്പറിൽ ഞാൻ ഈ വിഷയം പറയുമ്പോൾ ഇന്ന് അറബി ഖുത്ബ ഓതുന്ന മിമ്പറിൽ ഒന്നും എന്റെ ആളുകളോട് റസൂലുള്ളാഹിന്റെ ജന്മദിനം പറയാത്തെ? എന്തുകൊണ്ടാ റസൂലുള്ളാഹിന്റെ വഫാത്ത് പറയണേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഖുത്ബ എന്ന് പറയുന്നത് ഖത്തീബ് നോക്കി വായിക്കുന്ന ഖുത്ബ ഏതെന്നറിയോ? ഹിജറ 300 വർഷങ്ങളിൽ ഈജിപ്തിലെ പ്രമുഖ പ്രഭാഷകനായ ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പ്രഭാഷകന്റെ പ്രഭാഷണമാണ് നമ്മളുടെ പള്ളികളിൽ ഓതുന്ന ഖുത്ബ. അഥവാ അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബിദിനമില്ല എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീടാണ് ഈ ആഘോഷങ്ങളൊക്കെ ഇസ്ലാമിൽ കടന്നു വരണേ. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, അവിടെ നിന്ന് കൃത്യമായി രേഖകളിലൂടെ കാണാം. പണ്ഡിത ലോകം പറയുന്നുണ്ട് 300 കൊല്ലത്തിന് ശേഷമാണ് ഈ മൗലിദ് ആഘോഷം പോലും നിലവിൽ വന്നത് എന്നുള്ളതാണ്. ലേഖനങ്ങൾ മാത്രമല്ല പറയണേ, കിതാബുകളിൽ പോലും കാണാം അസ്ലു അമലുൽ മൗലിദ് ബിദ്അ ലം തുൻഖൽ അൻ അഹദ് മിന സലഫ് സ്വാലിഹീന മിൻ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ട് വരെയുള്ള സച്ചരിതരായ തലമുറകളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല. അത് ഒരൊറ്റ ഗ്രന്ഥത്തിൽ മാത്രമല്ല. ഇമാം ഫാക്കിഹാനി അദ്ദേഹത്തെ എടുത്തു ധരിക്കുന്നുണ്ട്. ഇമാം സുയൂത്തി അൽ-ഹാവലിൽ ഫതവയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പുതിയ ആചാരമാണ്. ഖുർആനിലോ പ്രമാണങ്ങളിലോ യാതൊരു തെളിവില്ല. ദേഹച്ചക്കാരും മടിയന്മാരുമായ ആളുകൾ കൊണ്ടുവന്നവരാൻ. ചില ഭക്ഷണപ്രിയരായ ആളുകൾ അതുകൊണ്ട് പ്രാധാന്യം പിടിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന് ഇസ്ലാമിന്റെ വിധി പറഞ്ഞാൽ അതൊന്നുകിൽ ഹറാമാണ്, അതല്ലെങ്കിൽ കറാഹത്താണ്. ഇതല്ലാത്തൊരു വിധിയും ഇതിൽ കാണില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ ഇമാം ഫാക്കിഹാനി താജുദ്ദീനുൽ ഫാക്കിഹാനി പറയാൻ, ഇത് ഫാക്കിഹാനി നിങ്ങളോട് വെറുതെ പറയുന്നതല്ല. വഹാദാ ജവാബി അൻഹു ബൈന യദൈല്ലാഹി അസ്സ വജല്ല ഇൻ അൻഹു സുഇൽതു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇമാം ഫാക്കിഹാനിയോട് അല്ലാഹു ചോദിക്കുമ്പോ ഇത് തന്നെയാണ് ഫാക്കിഹാനിക്ക് അല്ലാഹുവിനോട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഒറ്റക്കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. റബീഉൽ അവ്വൽ 12 പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടിയിരുന്ന ആളുകൾ ആരാണ്? അതിനെ ആഘോഷിക്കാത്ത ആളുകൾ ആരാണ്? ആഘോഷിക്കാത്തവർ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ പറയില്ലേ, ഒരുപക്ഷെ തഖ്വ പള്ളിയിലുള്ള ആളുകളൊക്കെ ഇത് ആഘോഷിക്കാത്ത ആളുകളായിരിക്കും. നിങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാ, പ്രവാചകനോട് മഹബത്ത് ഇല്ലാത്തവരാൻ പറയണില്ലേ? അള്ളാന്റെ പ്രവാചകന്റെ കൂടെ ഹിജറയാത്രയിലൂടെ മുന്നിലൂടെ പിന്നിലൂടെ മാറി മാറി നടക്കുന്നത് അബൂബക്കറെ, എന്തിനാ ഇങ്ങനെ മാറി നടക്കുന്നത്? റസൂല മുമ്പിലൂടെ നടക്കുമ്പോ ഭയമാ പിന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ? പിന്നിലൂടെ നടക്കുമ്പോ ഭയമാണ് മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ? മനസ്സമാധാനം കിട്ടണില്ല നബിയെ. തൗർ ഗുഹയിലൂടെ കടന്നു വരുമ്പോ സ്വന്തം ശരീരത്തിന്റെ വസ്ത്രങ്ങൾ പിച്ചു ചീന്തുന്നത് ഗുഹയുടെ ദ്വാരങ്ങൾ അടക്കാനാണ്. എന്റെ പ്രവാചകനെ ക്ഷുദ്രജീവികൾ ആക്രമിക്കുമോ എന്ന ഭയം കൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷക്കാലം 6 മാസക്കാലം ഭരണം നടത്തുമ്പോ മിനിമം 2 റബീഉൽ അവ്വൽ കടന്നു പോയിട്ട് ഒന്നുപോലും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് കഴിഞ്ഞ് 10 വർഷക്കാലം ഭരണം നടത്തിയ എന്റെ റസൂല് വഫാത്തായി എന്ന് പറയുന്നവന്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് വാളൂരിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലത്തിന്റെ ഭരണം നടത്തുമ്പോ ഒരു റബീഉൽ അവ്വൽ പോലും കൊണ്ടാടിയിട്ടില്ലെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മുത്തനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച ദുന്നൂറൈൻ ജൂതന്റെ കയ്യിലെ റൂമാ കിണർ ആര് മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുക്കുമെന്ന് ചോദിക്കുമ്പോ അവൻ എന്ത് വില ചോദിച്ചാലും ഞാൻ കൊടുത്തോളാം റസൂലേ എന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിൽ റബീഉൽ അവ്വലിൽ ഒരു കാരക്ക പോലും ചെലവഴിച്ചിട്ടില്ലെങ്കിൽ
അദ്ദേഹത്തിന് മുത്തുനബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമാനെ കൈ പിടിച്ചു കൊടുത്തത് അലിയുടെ കയ്യിലാണ്. ശത്രുക്കളെ വീട് വളയുമ്പോ അങ്ങയുടെ വിരിപ്പിൽ ഞാൻ കിടന്നോളാം നബിയെ, കൊല്ലുന്നെങ്കിൽ അവരെന്നെ എന്ന് പറഞ്ഞ് ധൈര്യസമേതം ഏറ്റെടുത്ത് സ്വന്തത്തെക്കാളുപരി അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ച അലി റളിയല്ലാഹു അൻഹു ഒരു റബീഉൽ അവ്വൽ 12 തന്റെ ഭരണകാലഘട്ടത്തിൽ നടത്തിയിട്ടില്ലെങ്കിൽ അലി റളിയല്ലാഹുവിന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? യുദ്ധത്തിന്റെ രണഭൂമിയിൽ പ്രവാചകൻ ഉഹുദിൽ ശത്രുക്കൾ വളയുമ്പോ റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ച ത്വൽഹത്തുണ്ട്. ഒരു കൈ കൊണ്ട് റസൂലുള്ളാഹിനെ പിടിച്ച് പോരാടുമ്പോ കൈപ്പത്തിക്ക് വെട്ടേൽക്കുമ്പോ അവിടെ നിന്ന് നോക്ക് നിങ്ങൾ, വെട്ടേറ്റ കൈയിലേക്ക് റസൂലുള്ളാഹിനെ മാറ്റിപ്പിടിച്ച് ഇടത് കൈ കൊണ്ട് പോരാടി 70ഓളം വെട്ടും കുത്തും ഏൽക്കേണ്ടി വന്ന് ദൂരെ നിന്ന് ശത്രുക്കൾ അമ്പെയ്യാൻ ഒരുങ്ങുമ്പോ റസൂലേ, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ ത്വൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയെ, അവരേൽക്കറിയുന്ന ഒരമ്പ് പോലും എന്റെ റസൂലിന്റെ ശരീരത്തിൽ തറക്കൂല എന്ന് പറഞ്ഞ് ത്വൽഹ റളിയല്ലാഹു അൻഹു എന്തേ റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചില്ല? അവർക്ക് സ്നേഹമല്ലേ? റസൂലില്ലാത്ത മദീന എനിക്ക് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് മദീനയോട് യാത്ര പറഞ്ഞ റസൂലുള്ളാഹിന്റെ മുഅദ്ദിനുണ്ട്. ഒരു വരക്കപ്പുറത്ത് നിന്ന് പാടാൻ മാത്രം വിധിക്കപ്പെട്ട് അറബികളുടെ മജ്ലിസിലേക്ക് കയറിയാൽ ഐത്തം നിശ്ചയിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ കറുത്തവനായ ബിലാലിനോട് മക്ക പിടിച്ചടക്കുമ്പോ ബിലാൽ ഹാദിഹിൽ കഅബത്തുൽ ഉലിയ, ഉന്നതമായ കഅബാലയത്തിന്റെ മുകളിൽ കയറി നീ ബാങ്ക് കൊടുക്ക് ബിലാൽ എന്ന് പറഞ്ഞ് സ്ഥാനം കൊടുത്ത ബിലാലില്ലേ, എനിക്ക് മുത്തനബി ഇല്ലാത്ത മദീന കാണാൻ വയ്യ. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, പോകല്ലേ ബിലാൽ, നീ കൂടെ ഞങ്ങളോട് വിട പറഞ്ഞാലോ? റസൂലോ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ബിലാലിനെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ബിലാൽ തിരിച്ചു വന്നു ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത്. അന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞു, ബിലാലെ ഒന്ന് ബാങ്ക് കൊടുക്കോ? ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്കുമോ? എനിക്ക് കഴിയണില്ല. ഖലീഫയുടെ നിർബന്ധത്തിന് വഴങ്ങി ബിലാലിന്റെ മധുര ശബ്ദം മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഒഴുകുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിന് പറയാൻ കഴിയണില്ല. ബിലാലിന്റെ കണ്ടത്തിന് കനം പോരാ. ബിലാലിന് കഴിയണില്ലെങ്കിൽ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ശബ്ദമാധുര്യമാകുന്ന ബിലാൽ എന്തേ ഒരു ഈരടി ഉണ്ടാക്കിയില്ല? റബീഉൽ അവ്വൽ 12 മുത്തുനബിയോട് ബിലാലിന് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? പറയാൻ പറ്റോ? ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഈ ചങ്ങരോണും കവലയിലും അങ്ങാടിയിലൊക്കെ പോസ്റ്ററുകൾ വരും. അബൂബക്കർ പറഞ്ഞു, ഞാൻ നബിദിനത്തിന് ഇങ്ങനെ ചെലവാക്കും. ഉമർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെലവാക്കും. ആര് പറഞ്ഞു പ്രിയമുള്ളവരെ? അതാ ഇബ്നു ഹജറുൽ ഹൈത്തമി എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ പറഞ്ഞു. എവിടെ നിന്ന് പറഞ്ഞു? 3-4 കൊല്ലം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കിതാബിൽ പറഞ്ഞു. ഇമാം മിങ്കറുടെ പേരിൽ മിമ്പറാണെന്ന ബോധ്യത്തോടെ നിങ്ങളോട് പറയണേ, ഒരു കിതാബ് ഒരു ഇമാമിന്റെ പേരിൽ അടിച്ചിറക്കാം. ഹിജറ 950 വർഷക്കാരനായ ഇബ്നു ഹജറുൽ ഹൈത്തമി പഴയ കാലത്ത് ജീവിച്ച ഷാഫി ഇമാമിൽ നിന്ന് ഹിജറ 150കളിലും ആ കാലഘട്ടങ്ങളിൽ ജീവിച്ച ഷാഫി ഇമാമിന്റെ പേരിൽ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു എന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്നൊരു കിതാബ് ഉണ്ടാക്കുക. എവിടേക്കാണ് ഉമ്മത്തിനെ സമുദായം കൊണ്ടുപോകണേ? ആരുടെ പേരിൽ അത് പറയണേ? പൂർവികരായ ഒരു സഹാബത്തും ഇത് ആഘോഷിച്ചിട്ടില്ല. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ വക പറയാണോ? ഇത് ലോകത്ത് ചർച്ച ചെയ്ത പണ്ഡിതന്മാരുണ്ട്. അൽ ഹാഫിദ് അബുൽ ഖൈർ സഖാവി, അമാദുദ്ദീൻ ഇബ്നു കസീർ, താജുദ്ദീൻ അൽ ഫാഖിഹാനി, ഇബ്നു ഹാജ് അൽ മാലിക്കി, ഇബ്നു ഹദർ അൽ അസ്കലാനി, മൗഹൂബ് ഇബ്നു ഉമർ അൽ ജസരി അഷ്ശാഫിഈ, സയ്യിദ് ബഖരി അസ്സുർഖാനി, ഷാതിബി, അബൂ ഷാമ, ഈ പണ്ഡിതന്മാരുടെ ഒക്കെ റഫറൻസിലൂടെ കാണാം പുത്തൻ ആചാരമാണ്, 300 കൊല്ലത്തിന് ശേഷം വന്നതാണ്, സഹാബത്തിന്റെ പാരമ്പര്യമില്ലാത്തതാണ്. എന്നിട്ട് എവിടെ നിന്നാണ് അള്ളാന്റെ ദീനിൽ? നിങ്ങളുടെ ഇതൊക്കെ പോട്ടെ, ഒരു ജന്മദിനാഘോഷത്തിന്റെ ഇസ്ലാമിക മാനദണ്ഡം എന്താണ്? എല്ലാവരും പറയൂല ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. എവിടെന്നാ ഇതൊക്കെ കടന്നു വരുന്നത്? സ്വഹാബത്ത് നടത്തിയിട്ടില്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, കാനൂ അഫ്ളലു മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ, വഅബറഹ ഖുലൂബ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ വക്താക്കളാണ്, വഅഅ്മഖഹ ഇൽമ, ഏറ്റവും നല്ല അറിവിന്റെ വക്താക്കളാണ്, വഅകല്ലഹ തകല്ലുഫ, പ്രകടനപരതകളില്ലാത്ത ധാരകളില്ലാത്തവരാ സഹാബ. ആ സഹാബത്തിന്റെ ജീവിതത്തിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. നിങ്ങൾ ആലോചിക്കുക, ഇസ്ലാമിക ലോകത്ത് മുത്തുനബി ജനിച്ച ദിവസം എങ്ങനെ കാണണമെന്നാ പറഞ്ഞേ? റിയാദുസ് സാലിഹീൻ 1100, സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസാണ്. റിയാദുസ് സാലിഹീൻ ഹദീസ് കാണാം, മുത്തുനബി ജനിച്ച ഒരേ ഒരു രേഖ തിങ്കളാഴ്ചയാണെന്നാണ്. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു, ആ തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുക്കണം. ഫീഹി വുലിച്ചു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. വവൈസു, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ദിവസമാണ്. ഉൻസില അലയ്യൽ ഖുർആൻ, എനിക്ക് ഖുർആൻ കിട്ടിയ ദിവസമാണ് തിങ്കളാഴ്ച. അതുകൊണ്ട് നോമ്പെടുക്കാനാണ് പറഞ്ഞേ, പട്ടിണി കിടക്കാനാണ് പറഞ്ഞേ, ഭക്ഷണം കഴിച്ചുകൊണ്ട് ആഹ്ലാദിക്കാനല്ല പറഞ്ഞത്. അല്ല പ്രിയമുള്ളവരെ,
ഇസ്ലാമിൻ്റെ എല്ലാ വാക്കിലും പ്രവൃത്തിയിലും മൗനാനുവാദത്തിലും മുഴുവൻ പഠിപ്പിച്ച പ്രവാചകൻ ഒരു ചെറിയ പെരുന്നാൾ എങ്ങനെയാവണം, വലിയ പെരുന്നാൾ എങ്ങനെയാവണമെന്ന് ഒക്കെ പഠിപ്പിച്ച ലോകത്തിൻ്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ റബീഉൽ അവ്വൽ 12 ഒരു പരാമർശം റസൂലുള്ളാഹിന്റെ വാക്കിൽ വന്നില്ല? അന്ന് നിങ്ങളുടെ സുബഹി കണിക്കണമെന്ന്, അന്ന് സുബഹി കഴിഞ്ഞ് ഇന്ന മൗലിദ് പാരായണം ചെയ്യണമെന്ന്, 2 വരിയിൽ റാലി നടത്തണമെന്ന്, ഇന്ന ദിക്റുകളാണ് സുന്നത്തുള്ളതെന്ന് അരവരി പോലും ലോകത്തിൻ്റെ മുത്ത് പഠിപ്പിച്ചെന്നില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ വാദമുന്നയിച്ച് മൗലൂദ് എഴുതിയ ഉസ്താദ് മരുന്ന് പറയണത് ഈസാ നബിയുടെ പോലും ജന്മദിനം ആഘോഷിക്കണമെന്നുള്ളതാണ്. എവിടേക്കാണ് ഉമ്മത്തിനെ കൊണ്ടുപോണേ? لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا في جحر الذب لتبعتموهم. ചാണിനും ചാണായും മുഴത്തിനും മുഴമായും ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ പിന്തുടരും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ അതുപോലെ നിങ്ങൾ അനുകരിച്ചുകൊണ്ട് പിന്തുടരുമെന്ന ഇസ്ലാമിൽ ആരുടെയും ജയന്തിയില്ല. ആരുടെയും ജയന്തി ആഘോഷങ്ങൾ ഇസ്ലാമിലില്ല. പിന്നെ എവിടെ നിന്ന് ഇതൊക്കെ കടന്നു വരണേ? ഇതിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ മാസം എല്ലാ വീട്ടിലും പറയും ജന്മദിനാഘോഷമല്ലേ, മുത്തുനബിയുടെ പേരിൽ മൗലിദ് ഓതണ്ടെന്ന് പറയും. ആ മൗലിദ് കിതാബിൽ വീട്ടിൽ വന്ന് ഓതുന്ന വരിയിൽ പോലും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹ്രിഹാ വഫീ യൗമിഹാ മിനൽ ഉലമാഇ താരിഖിൽ മർവിയ. റസൂൽ ജനിച്ച ദിവസത്തിലും മാസത്തിലും വർഷത്തിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. ഏത് ദിവസം ജനിച്ചെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ടാണ് പ്രിയമുള്ളവരെ ഈ ആഘോഷങ്ങൾ നടത്തുന്നത്. ജനങ്ങൾക്ക് ആഘോഷത്തിൻ്റെ പേരിനുള്ള താല്പര്യം. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇന്ന് പല സ്ഥാപനങ്ങളിലും ഓണത്തിൻ്റെ സെലിബ്രേഷൻ നടക്കാൻ അവിടെ ചാടിക്കളിക്കുന്ന ആളുകളായിരിക്കും ഇനി അടുത്ത ദിവസം നബിദിനത്തിന് കടന്നു വരിക. കേവലം ഒരു റാലിക്ക് മുത്ത് റസൂൽ വഫാത്തിൻ്റെ സന്ദർഭത്തിൽ ഉമ്മത്തി അസ്വലാ, നിസ്കാരത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ മുത്തുനബിയുടെ ജീവിതത്തിൽ നിന്ന് സുബഹി നിസ്കരിച്ചു മതി റാലിക്കെന്ന് പറഞ്ഞാൽ എത്ര ആളുകളെ കിട്ടും നമുക്ക്? ആളുകൾക്ക് ഇസ്ലാമിനോടല്ല, ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോട്, അതുപോലെ ആഘോഷങ്ങളോട്, സെലിബ്രേഷനോട്, പള്ളിപ്പെരുന്നാളുകളോട് ഇങ്ങനെ ആഘോഷിക്കാന്നല്ലാതെ പ്രിയമുള്ളവരെ മുത്തുനബിയുടെ ആദർശത്തെ ഹൃദയത്തിലേക്ക് ഇറക്കാൻ കഴിയണില്ല എന്നുള്ള വേദനയാണ്. അതുകൊണ്ട് പഠിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുക, ജീവിതത്തിൽ ഉൾക്കൊള്ള. മുത്തുനബിയോട് ഏറ്റവും വലിയ മഹബത്തുണ്ടെങ്കിൽ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ അള്ളാന്റെ ഹബീബ് ഇതുപോലെ ഖുത്ബ നടത്തുമ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ അങ്ങനെ ചുകന്ന് തുടിക്കും. റസൂലുള്ളാന്റെ കണ്ണ് കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സൈന്യത്തോട് സൈന്യാധിപൻ താക്കീത് കൊടുക്കുന്ന പോലെ ഗൗരവത്തോടെ അള്ളാന്റെ റസൂല് പറയും. ശബ്ദം ഇങ്ങനെ ഉയരും. ആ വാക്ക് എന്തിന്റെ പേരിലെന്നറിയോ? അള്ളാന്റെ ദീനിലൂടെ ഇയ്യാക്കും അൽ മുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ കാണണേ. ബിദ്അത്തുകൾ, പുത്തൻ ആചാരങ്ങൾ വേണ്ട എന്ന് അള്ളാന്റെ റസൂല് ആവർത്തിച്ച് ഏത് ഖുത്ബ നടത്തിയാലും റസൂലുള്ള ഗൗരവത്തോടെ പറഞ്ഞ വാക്കാണ് ആ മുത്തുനബിയുടെ പേര് പറഞ്ഞ് നടത്തുന്നത്. അതുകൊണ്ട് വേദനയോടൊരൊറ്റ കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, മൗലിദാഘോഷങ്ങളും ഇതിന്റെ പേരിൽ നടത്തുന്ന മൗലിദുകളും മുത്തുനബിയോട് മഹബത്തല്ല, അള്ളാന്റെ റസൂൽ നോണ പറഞ്ഞു എന്ന് സിദ്ദീഖ് മൗലിദിൽ എഴുതി വെക്കുമ്പോൾ ആര് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞു അവന്റെ ഇരിപ്പിടം നരകത്തിൽ തയ്യാർ ചെയ്തു കൊള്ളട്ടെ. ഞങ്ങളുടെ മുത്തുനബി നുണ പറയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദ്ഹ് ചെയ്തപ്പോൾ സിദ്ദീഖ് പറഞ്ഞത് സത്യമായെന്നും റസൂലുള്ളാഹി പറഞ്ഞത് കളവായെന്നും എഴുതി വെക്കാൻ മടി കാണിക്കാത്തവർ ചന്ദനത്തിരിയോ വെള്ളത്തുണിയോ ഒന്നുമല്ല ഞങ്ങളുടെ മുത്തുനബീനെ പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനനുവദിക്കൂല. ആ ഒരു ഈമാനെങ്കിലും നമ്മളുടെ മനസ്സിലുണ്ടാവണം. പ്രിയമുള്ളവരെ, 35-ാമത്തെ വയസ്സിൽ മിഅ്റാജിൽ കിട്ടിയ പഴം കൊണ്ട് 51-ാമത്തെ വയസ്സിലുണ്ടായ മിഅ്റാജിൽ കിട്ടിയ പഴം കൊണ്ട് 35-ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു എന്ന് പാട്ട് പാടുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ എത്രത്തോളം ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിച്ച ആളുകളോട് ലാ തത്റൂനി കമാ അത്റത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ നിങ്ങൾ അമിതമായി വാഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ ആക്കല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ റബീഉൽ അവ്വൽ വരുമ്പോൾ എണീറ്റിരുന്നിട്ട് ആദരവോടെ ആൾക്കാർ നിന്നിട്ട് ചൊല്ലും, അബ്ദുക്കൽ മിസ്കീൻ യർജു റസൂലേ, അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ വന്നിരിക്കുന്നു. നമ്മളുടെ ആരടിമയാ? റസൂലുള്ളാഹിന്റെ അടിമയാണോ? അള്ളാന്റെ അടിമല്ലേ? റസൂല് പോലും അള്ളാന്റെ അടിമയല്ലേ? ഖുർആനിൽ 2-23, 17 1-ാമത്തെ ഇതൊക്കെ പറഞ്ഞില്ലേ? റസൂലുള്ള പോലും അള്ളാന്റെ അടിമയാണ്. നമ്മുടെ റസൂലിന്റെ അടിമയല്ല, അള്ളാന്റെ അടിമയാണ്. പ്രവാചകൻ നമ്മുടെ മുത്തുനബിയെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, അനുസരിക്കാൻ, പിന്തുടരാൻ, ഫോളോ ചെയ്യാൻ ഇതുപോലെ ലോകത്തൊരു നായകനുണ്ടെങ്കിൽ, തെറ്റുപറ്റാത്തൊരു നായകനുണ്ടെങ്കിൽ, എല്ലാ സാഹിബ ഹാദൽ ഖബർ എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ നമ്മളുടെ മുത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കണം. നമ്മളോടൊക്കെ അത്യാഗ്രഹം കാണിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് ആ നബിയെ നെഞ്ചിലേറ്റ ധാരാളമായി സ്വലാത്ത് ചൊല്ലാം, മദ്ഹ് പറയാം, ഒന്നും നമ്മൾ എതിരല്ല. പക്ഷെ ഇല്ലാത്തൊരാചാരം മുത്തുനബിയുടെ പേരിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പായസത്തിന് മധുരമല്ല, അതിൻ്റെ മിഠായിക്ക് മധുരമല്ല, അതിന് കയ്പാണ്.
എൻ്റെ മുത്തനബിയുടെ മരണത്തിൻ്റെ പേരിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഇബ്നു മാജ 1300 നമ്പറിൽ ഉദ്ധരിച്ച ഹദീസാണ് വഫാത്ത്. ആ വഫാത്തിനെയാണ് ആഘോഷിക്കുന്നത് എന്ന ബോധ്യമുണ്ടാവുക. നിങ്ങളോട് പറ, അടുത്ത വെള്ളിയാഴ്ച ജനങ്ങളൊക്കെ ആഘോഷത്തിലേക്ക് തിരിയുമ്പോൾ അതിനു മുമ്പ് തിരിച്ചറിവിനൊരു കാരണമാകട്ടെ എന്ന് മാത്രം ഉണർത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരം പുത്തൻ ആചാരങ്ങളൊക്കെ സമൂഹത്തിലൂടെ കടന്നു വരുമ്പോൾ പല ആളുകൾ അതിന് ഓമനപ്പേരിട്ട് വിളിക്കും. അത് നല്ല പുത്തൻ ആചാരമാണ്, കുഴപ്പമില്ല. പക്ഷെ ഇസ്ലാം നിങ്ങൾക്കറിയോ, ഒരാൾ തുമ്മിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ, അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. ഇത് കേട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, വലൈസ ഹകദ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്നാ. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം, കേട്ടവൻ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. ആൾക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥി, ഇതൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാ നല്ല പദമാണ്, നല്ല അർത്ഥമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അതേ നമുക്ക് പറയാൻ അവകാശമുള്ളൂ. എന്തൊന്ന് പഠിപ്പിച്ചോ അവിടെ നിൽക്കണം. അപ്പം നമ്മളുടെ വക നല്ലതെന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ അള്ളാൻ്റെ ദീനിൽ അവകാശമില്ല. എണ്ണത്തിലോ വണ്ണത്തിലോ ഇനത്തിലോ കാരണത്തിലോ അളവിലോ തോതിലോ മാറ്റാൻ അധികാരമില്ല. അങ്ങനെ ഞാൻ പറയുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ എണ്ണത്തിൽ നിസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 എന്ന എണ്ണം പഠിപ്പിച്ചാൽ നമ്മൾ പറയാൻ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു 100 സുബ്ഹാനല്ലാഹ്, 100 അൽഹംദുലില്ലാഹ്, 100 അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് മോശമായതുകൊണ്ടല്ല, മുത്തനബിയോട് ഇഷ്ടമുണ്ടോ. 33 എന്ന് പറഞ്ഞാൽ അവിടെ നിന്നോളണം, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ. അതുപോലെ ഒരു ഇനം പഠിപ്പിക്കാൻ, ഉദഹിയത്ത് ഇറക്കാൻ ആട് മാട് ഒട്ടകം ഒരു ഇനം പഠിപ്പിച്ചു തന്നാൽ നമ്മൾ വിചാരിക്കണം ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ചിക്കനല്ലേ, അതുകൊണ്ട് 1000 കോഴി ഞങ്ങൾ ഉദഹിയത്ത് ഇറച്ചോളാം എന്ന് പറഞ്ഞാൽ ചിക്കൻ മോശമായതുകൊണ്ടല്ല. അള്ളാൻ്റെ ഹബീബ് ഒരു ഇനം പഠിപ്പിച്ചാൽ അവിടെ നിൽക്കുക. അതിനപ്പുറത്ത് നമ്മളുടെ ബുദ്ധിക്ക് എന്തില്ല, പ്രസക്തിയില്ല. അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യുഅദം ബിഹില്ല. അള്ളാന്റെ അനുവാദം കൂടാതെ മതത്തിൽ നിയമം വെക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ എന്നാണ് അള്ളാഹ് ചോദിച്ചത്. അള്ളാഹ് ചോദിച്ചതാണ്. അതായത് മതത്തിൽ നിയമം വെക്കാൻ നമുക്കാർക്കും അവകാശമില്ല. ഒരു പുത്തൻ ആചാരം കൊണ്ടുവന്നാൽ ഹൗലുൽ കൗസർ ലഭിക്കാതെ ആട്ടിയോടിക്കപ്പെടുന്നത് അവരാണ്. റസൂലുള്ള പറയില്ലേ, അള്ളാഹുവേ എൻ്റെ ഉമ്മച്ചാണെന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും, പ്രവാചകരെ താങ്കൾക്ക് ശേഷം അവരെന്താണ് കൊണ്ടുവന്നതെന്ന് താങ്കൾക്കറിയില്ല. ആ സമയത്ത് മുത്തുനബി പറയുന്ന ഒരു വാക്കുണ്ട്, സുഹക്കൻ സുഹക്ക മൻ ബദ്ദല ഫീ ദീനി, എൻ്റെ മതത്തിൽ പകരമുണ്ടാക്കിയവരെ. മറ്റൊരു ഹദീസിൽ മൻ ഒയ്യറ, കലർപ്പുണ്ടാക്കിയവരെ ദൂരെ പോ എന്ന് പറഞ്ഞ് പ്രവാചകൻ ആട്ടി ഓടിക്കുന്നതാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. പുത്തനും ആയി കടന്നു വരുന്ന എന്തെല്ലാമുണ്ടോ അത് മുഴുവനും വഴിപിഴച്ചതാണ്. ആ വഴിപിഴച്ചത് മുഴുവൻ നരകത്തിലാണ്. അതുകൊണ്ട് സുന്നത്തിനെ മാറുണക്കുക. റസൂലുള്ള പറഞ്ഞത്, ചെയ്തത്, മൗനാനുവാദം തന്നത്, ചെയ്യാൻ ആഗ്രഹിച്ചത്, ഇതാണ് പ്രവാചകന്റെ ചര്യ എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് പുതുതായി കടന്നു വന്നത് അത് പ്രവാചകന്റെ ദീനല്ല എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരലോകത്ത് പ്രവാചകൻ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കുന്ന ഭാഗ്യവാന്മാരായി മാറാൻ, ആ അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് എത്താൻ, അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കിട്ടാൻ ആ പ്രവാചകനെ അനുസരിക്കുക, അള്ളാഹിൻ്റെ ഹബീബിനെ പിന്തുടരാൻ നമ്മൾ തയ്യാറാവുന്ന